പാടൂ ഓരോ രാഗം നീ ഓർമ്മകൾ മേയും കാവിൽ ഒരു തിരിവയ്ക്കൂ നീ മിഴികൾ വിടർത്താൻ വാ മൊഴികൾ പകർത്താൻ വാ മധുമഴ നനയാൻ വാ മനസ്സിലുറങ്ങുണാൻ വാ പാടൂ ഓരോ രാഗം നീ ഓർമ്മകൾ മേയും കാവിൽ ഒരു തിരിവയ്ക്കൂ നീ മിഴികൾ വിടർത്താൻ വാ മൊഴികൾ പകർത്താൻ വാ മധുമഴ നനയാൻ വാ മനസ്സിലുറങ്ങാൻ കാസർഗോട്ടും ഓണമുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഉന്നയിച്ചത് തൃശ്ശൂരിൽ നിന്നും എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. കേരള റിപ്പോർട്ടേഴ്സ് ആൻഡ് മീഡിയ യൂണിയൻ്റെ ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു വലിയ ഒരാൾ. അയാൾ ചോദിച്ചത് അങ്ങ് വടക്ക് കാസർഗോഡ് എന്ത് ഓണമെന്നാണ്. നമുക്ക് യക്ഷഗാന മറ്റുള്ള പരിപാടിയൊക്കെ ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഓണമുണ്ടോ എന്ന് തൃശ്ശൂരിൽ ചോദിച്ചു. നമ്മുടെ കോലായി ലൈബ്രറിയുടെ കീഴിൽ കഴിഞ്ഞ 3 വർഷമായി ഓണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതും കോലായിൽ തന്നെ ഇപ്രാവശ്യം അല്പം വിപുലമായി കൊണ്ടാടപ്പെടണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മുടെ BM സാദിഖ് ഈ വിൻഡ് വാലി റിസോർട്ട് നമുക്കായി തയ്യാറാക്കി തന്നത്. ധീരമായി ഒരു 500 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയായിരുന്നു നമ്മൾ ആസൂത്രണം ചെയ്തത്. 500 പേര് എത്തും തന്നെ പ്രതീക്ഷിക്കുന്നത്. ഇനി വരും വർഷങ്ങളിൽ ഇതിനേക്കാൾ വിപുലമായി നമ്മൾ ഓണാഘോഷം ഇവിടെ കൊണ്ടാടും. കാസർഗോഡിനെ മുഴുവനും ഓണവുമായി ബന്ധപ്പെട്ട് ആരൊക്കെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് തിരുവാതിര ടീമിന്, നാടൻപാട്ട് ടീമിന് എല്ലാവരും ടൈറ്റ് ഷെഡ്യൂളാണ്. അങ്ങനെയാണ്, ബിസിയാണ് അവർ. അതിൻ്റെ അടുത്തൊന്നും കഴിവിൻ്റെ പരമാവധി നമ്മൾ നെട്ടോട്ടം ഓടുകയായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച. ഈ നിറഞ്ഞ സദസ്സ് കാണുമ്പോഴേക്ക് മനസ്സ് വല്ലാതെ കുളിർക്കുകയാണ്. ഇതാണ് ഓണം. മാവേലി നാടുപാടിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിച്ചിടും കാലം ആപത്തൊന്നും ആർക്കും മട്ടില്ല താനെന്നാണ് പറഞ്ഞത്. ആപത്ത് ഇല്ലാത്ത, അതായത് ഇതുപോലെ ഓണം പരിപാടികളൊക്കെ നടത്തിക്കൊണ്ട് നമ്മൾ ഈ പാപ്പക്കറകൾ കഴുകിക്കളയണം. രക്തക്കറയൊക്കെ നിലകൊള്ളുന്നത് BRQ അസോസിയേഷൻ. ഒരേ തൂവൽ പക്ഷികളാണ് നമ്മളൊക്കെ. വിൻവാലിയുടെ സാദിഖായെങ്കിലും ഡോക്ടർ മുസ്തഫ ആയെങ്കിലും കോലായെങ്കിലും എല്ലാം ഒരേ തൂവൽ പക്ഷികളാണ്. നല്ല ഒരു കാസർഗോഡിനെ വാർത്തെടുക്കാനുള്ള ആ തീവ്ര യത്നത്തിൻ്റെ പിന്നിലാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് വിവിധ ഇനം പരിപാടികൾ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇത് കലാപഭൂമിയല്ല, നിരന്തരം ഇങ്ങനെ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ കൊണ്ട്. ഈ കാസർഗോഡും ഈ കേരളത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. നമ്മൾ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയല്ല, നമ്മൾ മാർജിനലൈസ് ചെയ്ത് പോയിട്ടുള്ള നമ്മളൊരു തോറ്റ ജനതയല്ല. എല്ലാവരും പറയപ്പെടുന്നത് കാസർഗോഡ് ഒരു തോറ്റ ജനതയാണ്. തോറ്റ ജനതയല്ല, നമ്മൾ ഇത് നെഞ്ചോട് കേരളത്തിൻ്റെ ചേർത്തെത്തപ്പെട്ട ഒരു വിഭാഗമാണ്. ഏത് പരിപാടിയും എനിക്കിതൊന്നും വേണ്ട, ഞാനും എൻ്റെ കെട്ടിയോടും കുട്ടിയോടും ഒരു മൊബൈലും ഉണ്ടാലും മതി, എൻ്റെ മായി എന്ന് പറയുന്ന അടുത്തുനിന്ന് നമ്മളിതൊക്കെ മാറ്റാൻ പോവുകയാണ്. എന്നുള്ള ഈ ആചാരങ്ങളൊക്കെ നമ്മൾ ചട്ടങ്ങൾ മാറ്റാൻ പോവുകയാണ്. ഒരു നല്ല കാസർഗോഡിന് നമ്മൾ വിത്ത് പാവുകയാണ്. പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന സമയമില്ലാത്തതിൻ്റെ പേരിൽ ഒറ്റയടിക്ക് പറയുകയാണ് എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഞാൻ പ്രസിഡന്റ് ശ്രീമതി സ്ത്രീകൾ ഭക്ഷണം ഉണ്ടാക്കാത്ത ഓണത്തിന് ആഘോഷങ്ങളും ഓണങ്ങളും ഒന്ന് ചേർന്ന് കൂടി നടത്തുമ്പോഴേക്ക് അതിനൊരു പ്രത്യേക ഒരു സന്തോഷമുണ്ട് നമുക്ക്. സോ ഞാൻ എൻ്റെ പ്രസംഗം നീട്ടുന്നില്ല. എന്താ പറയുക, നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടത്താറുണ്ട്. സ്ത്രീകളെ എല്ലാ പരിപാടിയിലും പങ്കാളികളാണ്. ഒരുപാട് സ്പോർട്സും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. പൂക്കള മത്സരം. ആദരണീയമായിട്ടുള്ള അധ്യക്ഷ സുലീഹ മാഹിൻ, സ്വാഗതം പറഞ്ഞ സ്റ്റാനിയ വലിയ സഹോദരന്മാരെ എന്നുള്ള ആ അഭിസംബോധനയും ആ വാക്കിൻ്റെ അർത്ഥവും അതുതന്നെയാണ് മാവേലിയുടെ ഏറ്റവും പരിപാലനമായിട്ടുള്ള ആശയം എന്നാണ് ഞാൻ കരുതുന്നത്. സഹോദരൻ ഒരു ആത്മബന്ധവും ഊട്ടി ഉറപ്പിക്കുന്നതും അത് ഉദ്ഘോഷിക്കുന്നതുമായ ഒരു പറഞ്ഞതുപോലെ ഓരോ മതവിഭാഗങ്ങൾക്കും നമുക്കറിയാം
ജാതിയിൽപ്പെട്ടവർക്കും മതത്തിൽപ്പെട്ടവർക്കും എല്ലാവർക്കും ലിംഗവർണ്ണ വ്യത്യാസമില്ലാതെ ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ഓണം എന്നുള്ളത്. കാസർഗോഡുകാർക്ക് മാത്രമല്ല, എവിടെയൊക്കെ മലയാളികൾ കേരളീയരുണ്ടോ അവിടെ കാണും, പണ്ട് കാണും. അമേരിക്കയിലും കാനഡയിലും ഒക്കെ ഒരു ദിവസം കൊണ്ടല്ല, ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന അവരുടെ ലീവ് അനുസരിച്ച് ഓണം ആഘോഷിക്കുന്ന പരിപാടികളൊക്കെ ഒരുപാട് നടത്താറുണ്ട് എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ എന്നുള്ള ഒരു അസുര ചക്രവർത്തി നമ്മുടെ കേരളം ഭരിച്ചിരുന്നു എന്നും അങ്ങനെ ഭരിച്ചിരുന്ന ഘട്ടത്തിൽ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ കള്ളവും ചതിയുമില്ലാത്ത, ആദികളും വ്യാധികളുമില്ലാത്ത, എല്ലാവരെയും പരസ്പരം സ്നേഹിക്കുന്ന സമത്വതയോടെ കാണുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് കവി പാടിയിട്ടുള്ളത്. ചിലപ്പോൾ അത് പണ്ട് നടന്നിരുന്ന ഒരു സംഭവമായിരിക്കാം, ലോകത്തിൻ്റെ സങ്കല്പമായിരിക്കാം. ചിലപ്പോൾ നമുക്ക് മനുഷ്യൻ്റെ പരിണാമം ഇതനുസരിച്ച് ഇവിടെ അധ്യാപകന്മാരൊക്കെ ഉണ്ട്. അവർക്കറിയാം, ആദ്യത്തെ മനുഷ്യരുടെയൊക്കെ ഗോത്രവർഗങ്ങളായി ജീവിച്ചിരുന്ന ഘട്ടത്തിൽ അവർക്ക് ആവശ്യമുള്ള ഒരു പ്രാകൃത കമ്മ്യൂണിസ്റ്റ് കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അതിനുശേഷം കാലഘട്ടം മാറി നാടുവാഴിത്വവും ഭൂപ്രഭുത്വവും മുതലാളിത്തവും ഒക്കെ വന്നു എന്നതല്ല. പറ എന്ന് പറയുന്നത് നമ്മുടെ പ്രായമായവർക്ക് അറിയാം, മറ്റുള്ളവർക്ക് പറ എന്ന് പറയുന്ന ഒരു അളവ് പാത്രം എന്താണെന്ന് ഞാൻ ചില സ്ഥലങ്ങളിൽ ചോദിച്ചു. പറ എന്ന് ചോദിച്ചപ്പോൾ സ്കൂളിൽ പഠിച്ചിട്ടുന്നതിന് വേണ്ടി 10 ഇടങ്ങളിൽ വരുന്നതാണ് ഒരു പറ. അപ്പൊ കള്ളപ്പറ എന്ന് പറഞ്ഞാൽ പണ്ട് കുടിയന്മാർ, ജന്യമാരും കുടിയന്മാരും ഉണ്ടായിരുന്നു. കുടിയന്മാർ ആണ് ഈ അവരുടെ വയലുകളിൽ പണിയെടുത്തിരുന്നത്, പാട്ടം കൊടുക്കുകയും. അപ്പോൾ ഉപയോഗിക്കുന്ന ഒരു പറയും. ആ പറയിൽ ചിലപ്പോൾ 10 ഇടങ്ങളിൽ എടുക്കുക പകരം 11, 12 ഇടങ്ങളിൽ ഇതെല്ലായിരിക്കും ഉണ്ടാകും. എന്നാൽ പഞ്ഞമാസങ്ങളിൽ ഈ പറയുന്ന ജന്മിയുടെ 10ായിരത്തിലേക്ക് താഴ്ത്തുമ്പോൾ എൻ്റെ സ്നേഹനിധിയായ പ്രജകളെ ഒരിക്കലെങ്കിലും കാണുന്നതിന് വേണ്ടി ഒരു അവസരം തരണം എന്ന് യാചിച്ചതിൻ്റെ ഭാഗമായി വാമനൻ കൊടുക്കുന്ന ഒരു ദിവസമാണ് ചിങ്ങമാസത്തിലെ തിരുവോണ നാൾ. കാണാൻ വേണ്ടി മഹാബലി വരുമ്പോൾ നമ്മൾ നല്ല പൂക്കളൊക്കെ ഇട്ട് നല്ല ഡ്രസ്സ്, പുതിയ അവസ്ഥ 30 രൂപ അത് വാങ്ങിച്ചു കൊണ്ടുവന്ന് നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ ഇടുകയാണ്. അതുപോലെ തന്നെ പീടികയിൽ നിന്ന്, ഓണച്ചന്തയിൽ നിന്ന്, പേരെ എങ്ങനെയാണ്, ചന്തയിൽ നിന്ന്, മാവേലി സ്റ്റോറിൽ നിന്ന് ഒക്കെ സാധനങ്ങൾ കിറ്റായി വാങ്ങിച്ചു കൊണ്ടുവന്ന് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കും. പണ്ട് കാലങ്ങളിൽ നമ്മുടെ വയലിൽ വളഞ്ഞ നെല്ല്, അത് പറമ്പിലുണ്ടായിട്ടുള്ള പച്ചക്കറി ഒക്കെ എടുത്തുകൊണ്ടാണ് നമ്മൾ ഓണം ആഘോഷിച്ചിരുന്നത്. അതൊക്കെ അത് ആശാവർക്ക് എല്ലാവർക്കും ബോണസ് ഉണ്ട്, അലവൻസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. കയ്യിൽ നിന്നേ പണമാണ്. ആ പണം ഒരാഴ്ചക്കെടുത്ത് നമ്മുടെ പട്ടണത്തിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അടിച്ച് കുളിച്ച് ജീവിക്കുക, കഴിയുക. ആ ഒരു കമ്പോള സംസ്കാരത്തിലേക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ എത്തിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇതൊക്കെ ഈ പറയുന്ന ഇപ്പോൾ ഈ ഓണാഘോഷം, ഉത്സവങ്ങളൊക്കെ നമ്മുടെ സാധനങ്ങൾ വാങ്ങിക്കുക എല്ലാം ഓഫറാണ്. അല്ലെങ്കിൽ എന്ത് സാധനങ്ങളും നമുക്ക് ഇങ്ങനെ ഇൻസ്റ്റൽമെന്റായി വാങ്ങിച്ചു വരാം. അപ്പൊ ആ രൂപത്തിലുള്ള ഒരു കച്ചവട മത്സരത്തിന്റെ ഒരു അവസരമായി ഈ ഓണം മാറിക്കൊണ്ട്, അത് എങ്ങനെയായാലും ശരി, അത് മനുഷ്യരല്ലാത്ത രൂപത്തിൽ മാറ്റുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ അവസരത്തിലാണ് ഇപ്രാവശ്യത്തെ നമുക്ക് ഓണം വന്നിട്ടുള്ളത്. വളരെ സന്തോഷകരമായി നമുക്ക് എല്ലാ ജാതി, മത, വർണ്ണ, വർഗ, ലിംഗ വ്യത്യാസമില്ലാതെ നമുക്ക് ആഘോഷിക്കാം. അത് ചെറിയ ഒരു വയനാട് എന്ന് പറയാം, പുത്തുമലയൊക്കെ ചൂരൽമലയിലും മുണ്ടക്കയിലും ഒക്കെ പുഞ്ചിരിവട്ടത്തൊക്കെ ഉണ്ടായിട്ടുള്ള ദാരുണമായിട്ടുള്ള അവസ്ഥ, അത് നമ്മുടെ മനസ്സിലൊക്കെ തന്നെ ഒരു വല്ലാത്ത പ്രയാസം ഉണ്ടാക്കിയിരുന്നു. എങ്കിൽ പോലും വയനാടിനൊപ്പം നമ്മുടെ മനസ്സിൽ കൂടി മുന്നോട്ട് നിൽക്കുന്ന ആ ഒരു കാഴ്ചപ്പാടോട് കൂടിയാണ് നമ്മൾ ഇപ്രാവശ്യം ഓണം ആഘോഷിക്കുന്നത്. അവർക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ കഴിഞ്ഞ ജൂൺ ആയി പറയുന്ന മലയെ പൊട്ടി ഒലിച്ച് വലിയ കല്ലുകളും അതുപോലെ തന്നെ വീടുകളൊക്കെ, മരങ്ങളൊക്കെ നശിച്ച് പൊട്ടി ഒലിച്ചു പോകുന്ന ആയിരക്കണക്കിന് വരുന്ന മനുഷ്യർക്ക് വീടുകൾ നഷ്ടപ്പെട്ടു, 500 വരുന്ന മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. അവിടെ വടിയും കുത്തി ഇങ്ങനെ ചളിയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ കയ്യൊടിഞ്ഞ മനുഷ്യർ, തലയില്ലാത്ത മനുഷ്യർ, അതുപോലെ തന്നെ ചിഹ്നഭിന്നമായ ശരീരഭാഗങ്ങൾ എല്ലാം കൊണ്ട് ആകെ മനസ്സിനെ കലുഷിതമാക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ 31 ആഗസ്റ്റ് ദിവസങ്ങളിൽ നമുക്ക് TV പോലും കാണത്തില്ല. നമുക്ക് ആ നേരിട്ട് അനുഭവിച്ച മനുഷ്യരുടെ ആ ഒരു വിഹ്വലതകളും അവരുടെ വേദനകൾ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അത് സന്നദ്ധ സംഘടനകളൊക്കെ തന്നെ
ഓരോ കയ്യിൻ്റെയും വിരലുകൾ, അതുപോലെ തന്നെ കൈകൾ, തല, അങ്ങനെ ഓരോ ശരീരഭാഗങ്ങൾ ഇങ്ങനെ പറക്കി എടുത്ത് അവസാനം ഏത് ശരീരത്തോട് അത് യോജിപ്പിക്കണമെന്ന് പോലും പറ്റാത്ത അതിൻ്റെ റിസൾട്ട് ആ കുട്ടികൾ വെച്ച് ഇതുണ്ടാക്കി ശവം ഉണ്ടാക്കി അതിനകത്ത് അടക്കം ചെയ്യുന്ന വല്ലാത്തൊരവസ്ഥ മനുഷ്യന്റെ മനസ്സിനെ ആകെ ദുഃഖിപ്പിക്കുന്ന ഒരവസ്ഥയാണ്. ഇതൊക്കെ ഉണ്ടാകുന്ന ഞാൻ പറഞ്ഞത് നമുക്കൊക്കെ എന്താ പറയുക, അതിന് മനുഷ്യൻ അത് ഈ കടലിലായാലും ശരി, നമ്മുടെ വായുവിലായാലും ശരി, എല്ലാം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ മെയ് മാസം 29 ഡൽഹിയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും ഉയർന്ന ചൂട് എന്ന് പറഞ്ഞാൽ 51 സെൽഷ്യസ് ഡിഗ്രിയാണ്. എന്നാൽ ഒരു മാസം കഴിയുമ്പോൾ ജൂൺ മാസം 28-ാം തീയതി ആകുമ്പോൾ അവിടെ 21 സെന്റിമീറ്റർ മഴ പെയ്യും. ഒരു മാസത്തെ വ്യത്യാസത്തിനകത്ത് അന്തരീക്ഷത്തിലുള്ള കൂടിയ മഴയാണ് ഈ പറയുന്ന ജൂൺ മാസം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള വല്ലാത്ത കാലാവസ്ഥ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് സഹോദര ഭാവത്തോടെ എല്ലാവർക്കും നമുക്ക് മുന്നോട്ട് പോകാം പറ്റുന്ന രൂപത്തിൽ നമുക്ക് ഓണം ആഘോഷിക്കണം. ഇപ്പോൾ നമ്മുടെ ഈ ഇങ്ങോട്ട് പ്രത്യേകിച്ച് കാസർഗോഡ് ഭാഗത്ത് 2 തരം ഓണങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഒന്ന് ദീപാവലി എന്ന് പറയുന്നാൽ അതും ഒരു തരം ഈ ബലീന്ദ്രൻ എന്ന് പറഞ്ഞാൽ മഹാബലിയുടെ ഇതാണ്. അപ്പൊ അത് തുലാമാസത്തിലെ വാവ് കഴിഞ്ഞാൽ, അമാവാസി വാവ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ വീട്ടിന് മുമ്പിൽ പൊലിയന്ത്രം പാല എന്ന് പറയുന്നൊരു മരമുണ്ട്. വെച്ചതിന് ശേഷം അതിൻ്റെ എതിലുകളിൽ ചിരട്ട കൊണ്ടോ അതുപോലെ തന്നെ ചിരാത കൊണ്ടുണ്ടാക്കിയ ഇത് വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് അത് തിരി വെച്ച് 3 ദിവസം പൊലിയന്ത്ര ദിവസം പറയും പൊലിയന്ത്ര മേപ്പെട്ട് കാലത്ത് നേരത്തേ വാ. അത് അങ്ങനെയാണ്, മേപ്പെട്ട് അടുത്ത വർഷം നേരത്തേ വാ. അപ്പൊ അത് നമ്മുടെ ഈ കാസർഗോഡ് കന്നഡ ഭാഷയിൽ സാധാരണ ഈ തിരുവോണത്തിന് അത്ര വലിയ ആഘോഷമൊന്നുമില്ല. നമ്മുടെ വടക്കേ മലബാറിലെ ഓണം എന്നുള്ളത് നമുക്കറിയാം, തെക്കോട്ടതില്ല. അപ്പൊ ഏതായാലും ഏത് ഉത്സവമാണെങ്കിലും ശരി, അത് നമുക്ക് നന്നായി ഈ മനുഷ്യ സ്നേഹത്തിന്റെ, സമത്വഭാവനയുടെ, സാഹോദര്യത്തിന്റെ ഒരു ഉത്സവമായി നമുക്ക് മാറ്റാം. അതുകൊണ്ട് ഇനിയുള്ള ഈ ബാക്കി സമയത്ത് കൂടി നമുക്ക് വളരെ സന്തോഷത്തോടെ ആഘോഷത്തോടെ നമുക്ക് ഈ കലാപരിപാടികൾ നടത്താം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനിവിടെ വൈകാതെ എൻ്റെ കടമയുടെ മകൻ പെട്ടെന്ന് മരിച്ചു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വൈകിപ്പോയത് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചുകൊണ്ടും ഈ പരിപാടി വൈകിട്ട് വരെ അടിച്ച് പൊളിച്ച് ആഘോഷിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഒരു ആഘോഷത്തിന്റെ ഒരു ഉത്സവ പരിപാടി ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൗൺസിൽ സെക്രട്ടറി ദാമോദരൻ സാർ, അതുപോലെ തന്നെ മുമ്പിൽ ഒരുപാട് ഇരിക്കുന്നുണ്ട്, സീലുണ്ട്, ടീച്ചറുണ്ട്. അപ്പോൾ എല്ലാവരും പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് ഇരുന്നത് വരെ ഞങ്ങൾ ഓണാഘോഷം, ഓരോരോ കമ്മിറ്റിയുടെ ഓണാഘോഷം ടൈമിലൊന്നുമല്ല. ചിലപ്പോൾ ഈ അടുത്ത ഓണം 1 മാസം മുമ്പാണെങ്കിൽ പോലും ഓണാഘോഷം ഇവിടെ നടക്കും. പോകുമ്പോഴും അവിടെയും ഓണാഘോഷമാണ്. അപ്പം അങ്ങനെ ഒരു വർഷക്കാലം നല്ല നിലയിൽ ഇതുപോലെ തന്നെ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ഓണപരിപാടി കുടുംബത്തിന് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ പല സംഘടനകളിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ ഗൾഫിലൊരു പ്രത്യേകത. പിന്നെ നേരത്തെ എൻ്റെ സുഹൃത്ത് സ്റ്റാനിയ പറഞ്ഞ പോലെ കാസർഗോഡുകാർക്ക് ഓണം നമ്മൾ ജനിച്ചതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. ഇപ്രാവശ്യം പിന്നെ ഇത് പല കളികളും എക്സ്ട്രാ ആയിട്ടുണ്ടായി, പൂക്കളം മത്സരം ഉണ്ടായി. ഏതായിരുന്നാലും ഞാൻ കൂടുതൽ കാരണം ഈ ഓണത്തിന് വേണ്ടിയിട്ടും അതിന് ചരിത്രങ്ങളെ പറ്റിയൊക്കെ ഇവിടെ ദാമോദരൻ മാഷ് സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ ആ ബന്ധം, കാരണം ഓണത്തിനോട് ഒരു പ്രത്യേക ബന്ധമാണ്. ഇതിന് പിന്നെ ജാതി മത വ്യത്യാസം ഇല്ലാതെയുള്ള ഒരു ബന്ധമാണ്. നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും സഹോദരന്മാരെന്നുള്ള ആ ഒരു ഇത് മനസ്സിനകത്തുള്ള ഒരു സ്നേഹം നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്നു. ഇനിയും നല്ല നിലയിൽ ഓണാഘോഷിക്കാനുള്ള കഴിവും ഒരായിട്ടും സുഹൃത്തുക്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തിയാണ്. ജയ്. ഇതിൻ്റെ പശ്ചാത്തലവും ഒക്കെ വളരെ വിശദമായി തന്നെ ബഹുമാനപ്പെട്ട ലൈബ്രറി സെക്രട്ടറി ദാമോദരൻ ശ്രീ ദാമോദരൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈവിധ്യമുള്ള ജനസമൂഹം അധിവസിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ കാസർഗോഡ്. പക്ഷെ ഇവിടെ വലിയ പല ഭാഷകൾ, പല ജാതി, മതങ്ങൾ, ഇതിൻ്റെയൊക്കെ ഒരു സമ്മിശ്രമാണ് ഇവിടുത്തെ സമൂഹം നമ്മുടെ മുമ്പിൽ ഉള്ളത്. ഈ ഒരു സമൂഹം പൊതുവേദി അതിൻ്റെ വലിയൊരു കുറവുണ്ട്. അവിടെയാണ് നമുക്ക് ഇവിടെ ഈ കോലായിട്ട് ആ
ഒരു വലിയ വിടവ് നടക്കുന്ന പോലായി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. അവിടെ മക്കളും അവരുടെ സുഹൃത്തുക്കളെ കൂടി വളരെ വിപുലമായ ആഘോഷിക്കും. അപ്പോൾ ഇപ്രാവശ്യം ഇവിടെ നോക്കുമ്പോൾ കാസർഗോഡ് ഇങ്ങനെ എല്ലാവർക്കും ഒത്തുകൂടി ഒരു ഓണം ആഘോഷിക്കാനുള്ള ഒരു സന്ദർഭമില്ലല്ലോ എന്ന് ഞാൻ വിഷമിച്ചിരിക്കുമ്പോഴാണ് നമ്മളെ സ്കാനിയുടെ കോൾ വരുന്നത്. ഇതാക്കിയാൽ നമുക്ക് ഇങ്ങനെ ഓണം കഴിച്ചു കൊടുക്കണം. അപ്പോൾ വളരെയധികം സന്തോഷമായി ഈ പരിപാടി നടത്തുന്ന പോലായിക്കും അതേപോലെ ഇതിനെ സ്പോൺസർ ചെയ്ത മിസ്റ്റർ BRQ, അതേപോലെ ഇതിനെല്ലാ സംവിധാനവും ചെയ്തു കൊടുത്ത ശ്രീ വിൻ വാലിയുടെ ശ്രീ സാദിഖ്, ഇതിനെ ചുക്കാൻ പിടിക്കുന്ന ദിലേഖ മാഹിൻ, എല്ലാവർക്കും അതേപോലെ കോലായുടെ എല്ലാ ഇത് മാത്രം കിടക്കാം. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ അതിഥി, അതുപോലെ തന്നെ BRQയുടെ ഫാമിലി മെമ്പേഴ്സ്, കോലായുടെ ഫാമിലി മെമ്പേഴ്സ്, ഇൻവാലിയുടെ ഫാമിലി മെമ്പേഴ്സ്, മറ്റെല്ലാവരും നന്ദി കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമ്മൾക്കടുത്തത് ഇവിടെ ഉണത്തുമ്പി പാടും ഓരോ രാഗം നീ, ഓർമ്മകൾ നീയും കാവിൽ ഒരു തിരിവയ്ക്കു നീ, മിഴികൾ വിടർത്താൻ വാ, മൊഴികൾ പകർത്താൻ വാ, മധുമഴ നനയാൻ വാ, മനസ്സിലുറങ്ങാണി പാടും ഓരോ രാഗം നീ, ഓർമ്മകൾ നീയും കാവിൽ ഒരു തിരിവയ്ക്കു നീ, മിഴികൾ വിടർത്താൻ വാ, മൊഴികൾ പകർത്താൻ വാ, മധുമഴ നനയാൻ വാ, മനസ്സിലുറങ്ങി പാടും ഓരോ രാഗം നീ, ഓർമ്മകൾ നീയും കാവിൽ ഒരു തിരിവയ്ക്കു നീ, മിഴികൾ വിടർത്താൻ വാ, മൊഴികൾ പകർത്താൻ വാ, മധുമഴ നനയാൻ വാ, മനസ്സിലുറങ്ങി പാടും ഓരോ രാഗം നീ, ഓർമ്മകൾ നീയും കാവിൽ ഒരു തിരിവയ്ക്കു നീ, മിഴികൾ വിടർത്താൻ വാ, മൊഴികൾ പകർത്താൻ വാ, മധുമഴ നനയാൻ വാ, മനസ്സിലുറങ്ങാൻ തുമ്പി പാടും ഓരോ രാഗം നീ, ഓർമ്മകൾ നീയും കാവിൽ ഒരു തിരിവയ്ക്കു നീ, മിഴികൾ വിടർത്താൻ വാ, മൊഴികൾ പകർത്താൻ വാ, മധുമഴ നനയാൻ വാ, മനസ്സിലുറങ്ങി പാടും ഓരോ രാഗം നീ, ഓർമ്മകൾ നീയും കാവിൽ ഒരു തിരിവയ്ക്കു നീ, മിഴികൾ വിടർത്താൻ വാ, മൊഴികൾ പകർത്താൻ വാ, മധുമഴ നനയാൻ വാ, മനസ്സിലുറങ്ങാൻ തുമ്പി പാടും ഓരോ രാഗം നീ, ഓർമ്മകൾ നീയും കാവിൽ ഒരു തിരിവയ്ക്കു നീ, മിഴികൾ വിടർത്താൻ വാ, മൊഴികൾ പകർത്താൻ വാ, മധുമഴ നനയാൻ വാ, മനസ്സിലുറങ്ങാൻ തുമ്പി പാടും ഓരോ രാഗം നീ, ഓർമ്മകൾ നീയും കാവിൽ ഒരു തിരിവയ്ക്കു നീ, മിഴികൾ വിടർത്താൻ വാ, മൊഴികൾ പകർത്താൻ
പകർത്താൻ വാ, മധുമഴ നനയാൻ വാ, മനസ്സിലുറങ്ങാൻ വാ. ഉണർത്തുമ്പി പാടും ഓരോ രാഗം നീ, ഓർമ്മകൾ നീയും കാവിൽ ഒരു തിരിവയ്ക്കൂ നീ. മിഴികൾ വിടർത്താൻ വാ, മൊഴികൾ പകർത്താൻ വാ, മധുമഴ നനയാൻ വാ, മനസ്സിലുറങ്ങാൻ തുമ്പി പാടും ഓരോ രാഗം നീ, ഓർമ്മകൾ നീയും കാവിൽ ഒരു തിരിവയ്ക്കൂ നീ. മിഴികൾ വിടർത്താൻ വാ, മൊഴികൾ പകർത്താൻ വാ, മധുമഴ നനയാൻ വാ, മനസ്സിലുറങ്ങാൻ നീ പാടും ഓരോ രാഗം നീ, ഓർമ്മകൾ നീയും മറിയം ബോഡി ലോഷൻ കാവിൽ വെല്ലുന്ന ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. ഒരു തിരിവയ്ക്കൂ നീ. മുസ്കാൻ എന്ന് പറയുന്നത് ഒരു ബോഡി ലോഷനാണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ. നല്ലൊരു മൊഴികൾ പകർത്താൻ വാ, അറബിയിലെ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ മധുമഴ നനയാൻ ഇതാണ് മുസ്കാൻ എന്ന് പറയുന്നത്. തുമ്പി പാടും ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബോഡി ഓർമ്മകൾ നീയും കാവിൽ ഒരു തിരിവയ്ക്കൂ നീ. മിഴികൾ വിടർത്താൻ വാ, മൊഴികൾ പകർത്താൻ വാ, വരുന്നത് വേറെ ലെവൽ മധുമഴ നനയാൻ വാ, മനസ്സിലുറങ്ങാൻ ാണെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ യു അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. പ്രിയപ്പെട്ടവരെ, കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ചതിൽ ഇളവ് വരുത്തിക്കൊണ്ട് സർക്കാർ ഇന്ന് പ്രഖ്യാപനം നടത്തിയിരുന്നു. അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. പെർമിറ്റ് ഫീസ് വർധനവ് നിലവിൽ വന്നത് 2023 ഏപ്രിൽ 10 മുതലാണ്. ഇന്നാണ് അതിൽ ഇളവ് വരുത്തിക്കൊണ്ട് സർക്കാർ പ്രഖ്യാപനം നടത്തിയത്. ഓഗസ്റ്റ് 1 മുതൽ അത് പ്രാബല്യത്തിൽ വരുമെന്നും പറഞ്ഞിരുന്നു. ഇപ്പോൾ വ്യാപകമായി ചോദ്യം വരുന്നുണ്ട്, ഇതിനകം അടച്ചവർക്ക് ഈ ഇളവ് ലഭിക്കുമോ എന്ന കാര്യം. ചിലർ ബോധപൂർവം തന്നെ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനും ശ്രമിക്കുന്നുണ്ട്. കാരണം സർക്കാർ പെർമിറ്റ് ഫീസ് കുറച്ച നടപടി ചിലരെങ്കിലും അല്പം നിരാശയിലാക്കിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ആനുകൂല്യം മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് കിട്ടിയതെങ്കിലും സർക്കാരിനെയാണല്ലോ പഴിചാരിക്കൊണ്ടിരുന്നത്. ആ പഴിചാരാനുള്ള അവസരം നഷ്ടപ്പെട്ടതിൻ്റെ ഖേദം ചിലർ തീർക്കുന്നത് ആശയക്കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ടാണ്. ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തട്ടെ, ഇതിന് 2023 ഏപ്രിൽ 10 മുതൽ പ്രാബല്യമുണ്ടായിരിക്കും ഈ ഇളവുകൾക്ക്. അങ്ങനെ വരുമ്പോൾ ഇന്ന് പ്രഖ്യാപിച്ച നിരക്കുകൾ, കുറച്ച നിരക്കുകൾ, അത് പ്രകാരം ഉള്ള ഇളവ് നേരത്തെ പെർമിറ്റ് ഫീസ് ഒടുക്കിയവർക്കും ലഭിക്കും. അതിനുള്ള അനുവാദം ഇപ്പോൾ പ്രഖ്യാപിച്ച നിരക്ക് കഴിച്ചുള്ള തുക തിരിച്ചു കൊടുക്കാനുള്ള അനുവാദം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ കൊടുക്കും. പെർമിറ്റ് ഫീസിന്റെ വരുമാനം മുഴുവൻ കിട്ടിയത് തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ്. തിരിച്ചു കൊടുക്കേണ്ടതും തദ്ദേശ സ്ഥാപനങ്ങളാണ്, സർക്കാരല്ല. അതിന്റെ നടപടിക്രമങ്ങൾ പിന്നീട് വിശദമായി സർക്കാർ ഉത്തരവായിട്ട് ഇറക്കും. പണം തിരിച്ചു നൽകുക ഓൺലൈനായിട്ടായിരിക്കും. ഗ്രാമപഞ്ചായത്തുകളിൽ ILGMSലും നഗരസഭകളിൽ KSmartലും ഇതിനുള്ള സൗകര്യമൊരുക്കും. ഈ ഫീസ് അധികമായി
ഒടുക്കിയ ഫീസ് തിരിച്ചു കിട്ടാൻ ആരും തദ്ദേശ സ്ഥാപനങ്ങളിൽ നേരിട്ട് ചെല്ലേണ്ടതില്ല. നേരിട്ട് തിരിച്ചു നൽകാനും കഴിയുകയില്ല. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുക. ഓൺലൈൻ അപേക്ഷകൾ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനം വെരിഫൈ ചെയ്ത് ബാങ്ക് അക്കൗണ്ടിലേക്ക് അതാത് തദ്ദേശ സ്ഥാപനങ്ങൾ ഈ തുക, ഇളവ് നൽകിയ തുക തിരിച്ചു കൊടുക്കുന്ന ക്രമീകരണമാണ് ഏർപ്പെടുത്തുക. ഒരു നിശ്ചിത സമയത്തിനകം അത് കൊടുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളോട് നിർദ്ദേശിക്കും. അതിനുള്ള അനുവാദം അവർക്ക് നൽകുന്നതാണ്. ഈ കാര്യം എല്ലാവർക്കും വ്യക്തതയ്ക്കായി അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ഇളവ് നൽകാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവാദം നൽകും. ഈ തുക നൽകുക നേരിട്ടായിരിക്കില്ല. അപേക്ഷ സ്വീകരിക്കുന്നത് ഓൺലൈനായിട്ടായിരിക്കും. അതോടൊപ്പം പണം നൽകുന്നത് ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും. അതുകൊണ്ട് ആരും തദ്ദേശ സ്ഥാപനങ്ങളിൽ നേരിട്ട് ഇതിനായി സമീപിക്കേണ്ടതില്ല. ഈ ക്ലാസ് മുറികൾ ഇനി സജീവമാവുകയാണ്. പുതിയ അധ്യയന വർഷത്തിലേക്ക് തയ്യാറെടുക്കുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും കേരള പോലീസിൻ്റെ സ്വാഗതം. വീട്ടിൽ നിന്നും സ്കൂളിലെത്തുന്നവരെയും സ്കൂളിൽ നിന്നും തിരികെ വീട്ടിലെത്തുന്നവരെയും കുട്ടികളുടെ സുരക്ഷയ്ക്കായി പോലീസ് നിങ്ങളോടൊപ്പമുണ്ട്. അതിലേക്കായി ഒരു വിദ്യാർത്ഥി സുരക്ഷാ പദ്ധതി തന്നെ ഈ അധ്യയന വർഷം പോലീസ് നടപ്പിലാക്കുന്നുണ്ട്. സ്കൂളുകളിൽ മാത്രമല്ല, യാത്രാമധ്യയുള്ള എല്ലാ മേഖലകളിലും നിരീക്ഷണം ഉറപ്പിക്കുന്നതാണ് പോലീസിന്റെ ഈ പുതിയ പദ്ധതി. സ്കൂൾ ബസ്സുകളിലെ ഡ്രൈവർമാർ, കണ്ടക്ടർമാർ, മറ്റു ജീവനക്കാർ നിർബന്ധമായും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുത്തിരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുള്ള ലഹരി സംഘങ്ങളെ കുരുക്കുന്നതിനായി സ്കൂളുകൾ, കോളേജുകൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവിടങ്ങളെല്ലാം ശക്തമായ പോലീസ് നിരീക്ഷണവും പെട്രോളിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂൾ പരിസരത്ത് പതിവായി തമ്പടിക്കുന്നവരെയും വന്നുപോകുന്ന കച്ചവടക്കാരെയും പോലീസ് വാച്ച് ചെയ്യുന്നുണ്ട്. സ്കൂളുകളുടെ പരിസരത്തുള്ള കടകളിൽ ലഹരി വസ്തുക്കൾ വിൽക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്യുന്നുണ്ടോ എന്നറിയുവാൻ പോലീസിന്റെ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലഹരി വിൽപ്പന സംബന്ധമായ എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും 112 വിളിച്ചറിയിക്കുകയോ യോദ്ധാവ് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതുമാണ്. City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and Prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service.
ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറ. വിളിക്കൂ 9072 767 005 or visit www.eduskilling.com. നീ തരും